നേതാവിനെ അവരുടെ പ്രായം നോക്കാതെ തിരിച്ചറിഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന മർക്കസിന് ശിലാസ്ഥാപനം നടത്തി. പിന്നീട് ഗോൾഡൻ ജൂബിലിയിൽ മഹാനവറുകൾ പങ്കെടുത്തു. പക്ഷേ വളരെ നേരത്തെ നമ്മോട് വഫാത്തായി പോയി. അള്ളാഹു അവിടുത്തെ പദവികൾ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ചെറിയ ഒരു ജീവിതം കൊണ്ട് സുന്നത്ത് ജമാഅത്തിന് ലോകത്തെ മുഴുവനും വലിയ വിപ്ലവം നയിച്ചു. മഹാനവറുകൾ വഫാത്തായി കഴിയുമ്പോൾ ഇനി ആരാണ് അവിടെ ദർസ് നടത്തേണ്ടത് എന്ന ചോദ്യം വരുമ്പോൾ മഹാനായ മുഹമ്മദ് മാലിക്കി തങ്ങളുടെ മകൻ അഹ്മദ് മാലിക്കി തങ്ങളിലേക്ക് വരികയാണ്. റുസൈഫയിൽ മുഹമ്മദ് ബിൻ അലവിൽ മാലിക്കി തങ്ങൾ നടത്തിയ ദർസ് ഇന്നിതാ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ അലവി ബിൻ അബ്ബാസ് അൽ മാലിക്കി എന്ന മഹാൻ വാപ്പയുടെ സ്ഥാനത്തിരുന്ന് ദർസ് നടത്തുകയാണ്. കുറച്ചു നാളുകൾക്ക് മുമ്പ് മഹാനവറുകൾ ഒരു ദർസ് കേൾക്കാൻ വേണ്ടി പോയപ്പോൾ വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാരുണ്ട്. കൂട്ടത്തിൽ ആപേക്ഷികമായി പ്രായം കുറഞ്ഞ ആളാണ് അഹ്മദ് മാലിക്കി തങ്ങൾ. ഒരു ഹദീസിന്റെ ബയാനങ്ങ് നടത്തിയപ്പോൾ അതിന്റെ പരമ്പരയും അതിന്റെ വ്യാഖ്യാനങ്ങളും അതേക്കുറിച്ച് മഹാന്മാരായ അയിമ്മത്ത് പറഞ്ഞ കാര്യങ്ങളും വളരെ വിശദമായി അങ്ങ് പറഞ്ഞപ്പോ പ്രായമുള്ള പണ്ഡിതന്മാര് ഉടനെ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, ഇത് വാപ്പയുടെ മകൻ തന്നെ, ഇത് പരമ്പരാഗതമായി കിട്ടിയ തഹ്ഖീഖാണ് എന്ന മഹാനായ അഹ്മദ് മാലിക്കി തങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ നമുക്ക് തന്നിട്ട് പോയ പ്രിയപ്പെട്ട മകൻ അല്ലാഹു തആല ഉപ്പാന്റെ വഴിയിൽ അതിനേക്കാൾ ശോഭയോടെ കാലത്തെ നയിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന്റെ 2-3 ദിവസം മുമ്പ് പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ ചെല്ലുമ്പോൾ തങ്ങളവറുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. അവിടുന്ന് ഞങ്ങൾക്ക് പേരക്കുട്ടി എന്ന നിലയ്ക്ക് മുത്തുനബി തങ്ങളുടെ ചാരത്ത് നിന്ന് ദുആ ചെയ്തു തന്നിട്ടുണ്ട്. അല്ലാഹുവേ, അതുപോലെ നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഞങ്ങളുടെ കൈ പിടിച്ചു കൊണ്ടുപോകുന്ന സാദാത്തുക്കളായി ഞങ്ങൾക്ക് മഹാന്മാരായ അഹ്ലുൽ ബൈത്തിന്റെ കൈ പിടിച്ച് മുത്തുനബി തങ്ങളുടെ ചാരത്തു ചേരാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. ഇത് ചെറിയ ഒരു സംഗമമല്ല, ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു ഒത്തുകൂടലാണ്. മഹാന്മാരായ എത്രയെത്ര വലിയ വലിയ സാദാത്തുക്കളാണ് ഇവിടെയുള്ളത്, ആലിമീങ്ങളാണ് ഇവിടെയുള്ളത്. ഇവരെല്ലാം നമുക്ക് ലോകത്തെ കണ്ട് ചിരിക്കാൻ മാത്രമുള്ളവരല്ല, ഭൗതിക ലോകത്തെ കൈപിടിച്ച് മുത്താൻ മാത്രമുള്ളവരല്ല. നാളെ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ കോടതിയിൽ പരലോകത്ത് ചെല്ലുമ്പോ നമുക്ക് കൈപിടിച്ച് രക്ഷപ്പെടാനുള്ള വസീലയാണ്. അതാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു മിനയിലൂടെ സഞ്ചരിക്കുമ്പോഴും പറയുന്നത്, ആലുൻ നബി ദരിയതി വഹുമു ഇലയ്യ വസീലതി അർജു ബിഹിം മുഅ്തഖദൻ ബിയദിൽ യമീനി സ്വഹീഫതി. ഞങ്ങൾക്ക് നാളെ വലങ്കയിൽ ഏട് കിട്ടാനുള്ള വഴിയാണ് മഹാന്മാരായ അഹ്ലുൽ ബൈത്ത്. അതുകൊണ്ട് അവരോട് ഞങ്ങൾക്ക് ബഹുമാനം വെക്കാതെ നിർവാഹമില്ല. പ്രസ്ഥാനത്തിന്റെ പേരിലോ സംഘടനയുടെ പേരിലോ ഒരാളും ഒരു നബിപുത്രനെയും ചെറുതായി കാണാൻ പാടില്ല. എന്റെ സദസ്സിലുള്ളവരാരും അങ്ങനെ ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എന്നോടും നിങ്ങളോടും പറയുകയാണ്, പ്രസ്ഥാനമേതാവട്ടെ സംഘടനയേതാവട്ടെ മുത്തുനബി തങ്ങളുടെ പേരമക്കൾക്കുള്ള പരമ്പരയുടെ സ്ഥാനം അതും മാറൂല. ഒരു സാധാരണക്കാരനെ പഠിപ്പിച്ച് ആലിമാക്കാം, ഒരു സയ്യിദിനെ പഠിപ്പിച്ച് ആലിമാക്കാം. പക്ഷേ ഒരു പണ്ഡിതനെ എത്ര പഠിപ്പിച്ചാലും അത് സയ്യിദാവൂല.
അത് പാരമ്പര്യം കൊണ്ട് കിട്ടിയ ബഹുമാനം തന്നെ. അത് നമുക്ക് കിട്ടാനുള്ള മാർഗമില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ചോദിച്ച ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അതെന്താണ്? അൽ മവദ്ദത്തു ഫിൽ ഖുർബാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കളോടുള്ള സ്നേഹമാണ്, സന്താനങ്ങളോടുള്ള ബഹുമാനമാണ്, വാത്സല്യമാണ്. ഹബീബായ തങ്ങൾക്ക് കൊടുക്കാനുള്ള സമ്മാനം അതാണ്. അവിടുത്തെ പേരമക്കളോടുള്ള സ്നേഹമാണ്, അവിടുത്തെ പൗത്രന്മാരോടുള്ള അനുതാപമാണ്, അവരോടുള്ള സഹവാസമാണ്. അതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾക്കൊള്ളുന്നതിന്റെ ഭാഗമാണ് അവിടുത്തെ പേരമക്കളെയും സന്താന പരമ്പരകളെയും ആദരിക്കൽ. അല്ലാഹു തആല വേണ്ട വിധം അഹ്ലു ബൈത്തിനെ തഅലീം ചെയ്യുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിനെ വല്ലാതെ അങ്ങ് ബഹുമാനിച്ചപ്പോ ചിലര് പറഞ്ഞു ഇത് ഷിയാക്കളിൽപ്പെട്ട റാഫിളി മെമ്പറാണ്, റാഫിളിയാണ് എന്ന് പറഞ്ഞു. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇൻ കാന റഫളി ഹുബ്ബു ആലി മുഹമ്മദി ഫൽയഷ്ഹദി തഖലാനി അന്നി റാഫിളി. അഹ്ലു ബൈത്തിനോടുള്ള ബഹുമാനം കൊണ്ടാണ് എന്നെ അങ്ങനെ നിങ്ങൾ ആക്ഷേപിക്കുന്നതെങ്കിൽ ഫൽയഷ്ഹദി തഖലാൻ, ഇവിടെയുള്ള ജിന്നുവർഗവും മനുഷ്യവർഗവും മുഴുവൻ സാക്ഷി നിൽക്കട്ടെ. അന്നീ റാഫിളി, ഞാനാ പ്രസ്ഥാനക്കാരനാണ്. എനിക്ക് ഏറ്റവും വലുത് മുത്തുനബി തങ്ങളോട് അവിടുത്തെ കുടുംബത്തോടുള്ള ബഹുമാനമാണ്. അതുകൊണ്ട് ഒരു സയ്യിദിനോടും നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. ഒരു സയ്യിദിന്റെ സ്ഥാനവും നമ്മൾ ഇടിച്ചു താഴ്ത്താമെന്ന് വിചാരിക്കണ്ട. നമ്മൾ സയ്യിദന്മാരെ ആദരിക്കണം. ഞാൻ ഈ വിഷയം ഇന്ന് പറയാൻ ഉദ്ദേശിച്ചു വന്നതല്ല. ഞാൻ സൂറത്തുൽ കൗസർ പറഞ്ഞപ്പോൾ അതിലേക്കങ്ങ് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇടയിലൊന്ന് ചേർത്തു പറയട്ടെ. മഹാനായ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മദീനയിൽ 40 കൊല്ലം ദർസ് നടത്തിയ മഹാനാണ്. 40 കൊല്ലം ദർസ് നടത്തിയെന്ന് മാത്രമല്ല, ഈ 40 കൊല്ലവും വാഹനത്തിന്മേൽ മദീനയിൽ സഞ്ചരിച്ചിട്ടില്ല. ഈ 40 കൊല്ലവും മദീനത്തെ മസ്ജിദുൻ നബവിയിൽ നിന്ന് ഒരു ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. കാരണം ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. അവിടുന്ന് ചെരുപ്പ് ധരിച്ച് നടന്നിട്ടില്ല. ഹാഫിള് അബൂ നുഐം തങ്ങൾ ഉദ്ധരിക്കുകയാണ്, എല്ലാ രാത്രിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്ന മഹാനായിരുന്നു ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. എത്രയോ മഹാന്മാരാണ് അന്ന് കാണുന്നത് കിനാവിൽ. ഇമാം മാലിക് തങ്ങൾക്ക് നബി തങ്ങൾ കൊടുക്കുന്ന ദാനങ്ങളുടെ ചിത്രങ്ങളാണ്, സ്ഥാനങ്ങളുടെ ഉദാഹരണങ്ങളാണ് മഹാന്മാരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് മദീനയിലെ ഗവർണർ